സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? എന്നുവെച്ച് നമ്മുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സ്വർണ്ണം എടുക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ നിങ്ങൾ സ്വർണ്ണം എടുക്കാനായിട്ട് നല്ലൊരു ജ്വല്ലറി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ആയിട്ടുള്ള ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് മാറാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ 7th ആനിവേഴ്സറിയോടനുബന്ധിച്ചുകൊണ്ട് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള നിറയെ ഓഫേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ ഇവർ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫറാണ് പണിക്കൂലി തിരികെ നൽകുക എന്നുള്ളത്. അതായത് 30 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു വിജയെ സെലക്ട് ചെയ്തുകൊണ്ട് ആഭരണത്തിന്റെ മുഴുവൻ പണിക്കൂലിയും ഇവർ തിരികെ നൽകുന്നു. ഇതുകൂടാതെ സ്പെഷ്യൽ കൗണ്ടേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 50% മുതൽ 90% വരെ പണിക്കൂലിയിൽ ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഡയമണ്ട് എക്സ്ചേഞ്ച് ഓഫറും വരുന്നുണ്ട്. അതായത് നമ്മുടെ കൈവശമുള്ള ഏത് ഡയമണ്ട് ആഭരണവും ലിയോസിൽ വന്നിട്ട് മാറ്റി വാങ്ങാനായിട്ട് പറ്റും. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പവന് അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ 1000 രൂപ ഇവർ കൂടുതൽ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ വിവാഹ പാർട്ടികൾക്കുള്ള ആഭരണങ്ങൾ 1% അഡ്വാൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹോൾസെയിൽ വിലയിൽ ഓരോ തരിപ്പൊന്നും ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ മിനിമൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അവർ വിയ എന്ന് പറയുന്ന പുതിയ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഓർണമെന്റ്സ് ബൊട്ടീക് കളക്ഷൻസ് ആണ് വിയയിൽ ഉണ്ടാവുക. പിന്നെ വിയയുടെ കളക്ഷൻസ് തൃശ്ശൂർ മാത്രമല്ല, ബാംഗ്ലൂരിലെ M5 സിറ്റി മോൾ, ഗാലറിയ മോൾ, ഇന്ദിരാനഗർ, ജയാനഗർ, മല്ലേശ്വരം ഈ 5 ബ്രാഞ്ചും ഈ മന്ത് ലാസ്റ്റ് ആയിട്ട് ഇവർ ലോഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങളുടെ വിശേഷപ്പെട്ട ദിവസങ്ങളെ പൊന്നിൽ പൊതിയാനായിട്ട് വേറെ എവിടേക്കും പോകണ്ട, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വന്നാൽ മതി.